ജാനുവരി 20 തിങ്കളാഴ്ച. വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ. മർക്കോസ് 2:18 മുതൽ 22 വരെ വാക്യങ്ങൾ. 1979 മാർച്ച് 21 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു: ഉപവാസം എന്നത് ലളിതമായ ഭക്ഷണ വർജനമല്ല. ഉപവാസം ഒരു പ്രതീകമാണ്, ഒരു അടയാളം. സ്വീകരിക്കാനോ ത്യാഗങ്ങൾ ചെയ്യാനോ ഉള്ള ഗൗരവമേറിയതും ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു ആഹ്വാനമാണ്. അഹം, അതായത് നിരവധി കാപ്രിസുകൾ അല്ലെങ്കിൽ അനാരോഗ്യകരമായ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കൽ, സ്വന്തം പോരായ്മകൾ, ആവേശകരമായ അഭിനിവേശം, നിയമവിരുദ്ധമായ ആഗ്രഹങ്ങൾ, ഇവയൊക്കെ ഉപേക്ഷിക്കലാണ്. അദ്ദേഹം തുടർന്നു: സ്വയം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനും സ്വന്തം സഹജാവബോധം നിയന്ത്രിക്കാൻ പഠിക്കുന്നതിനും ഇച്ഛയെ നന്മയിൽ പരിശീലിപ്പിക്കുന്നതിനും വേണ്ടി നിരവധി ആഗ്രഹങ്ങൾക്ക്, ചിലപ്പോൾ അവ നല്ല ആഗ്രഹങ്ങളാകാം, ഒരു പരിധി നിശ്ചയിക്കുക എന്നതാണ് ഉപവാസം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെക്കുറിച്ച് ആളുകൾ ചോദ്യം ചെയ്യുന്നത് നാം കാണുന്നു. യേശു അവരുടെ ഉപവാസത്തിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നു. യേശുവിൻ്റെ കാലത്തെ ഭക്തരായ യഹൂദന്മാർ മിശിഹായ്ക്ക് വേണ്ടിയുള്ള വിശപ്പിൻ്റെ അടയാളമായും അവൻ്റെ വരവ് വേഗത്തിലാക്കാനുള്ള ഒരു മാർഗമായും ഉപവസിച്ചിരുന്നു. അതിനാൽ മിശിഹ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപവാസത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. യേശു വാഗ്ദത്ത മിശിഹയാണ്. മിശിഹ വന്നിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉപവാസത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇപ്പോൾ വിരുന്നിൻ്റെ സമയം ആഗതമായിരിക്കുകയാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സമയത്താണ് സെബാസ്റ്റ്യൻ രക്തസാക്ഷിത്വം വരിച്ചത്. വില്ലാളികളുടെയും കായിക താരങ്ങളുടെയും ഒരു രക്ഷാധികാരിയാണ് അദ്ദേഹം. ബ്യൂബോണിക് പ്ലേഗിൽ നിന്നുള്ള സംരക്ഷകനായും പ്ലേഗ് ബാധിതരുടെ രക്ഷാധികാരിയായും സെബാസ്റ്റ്യൻ ആദരിക്കപ്പെടുന്നു. ഒരു ഐതിഹ്യം അനുസരിച്ച് സെബാസ്റ്റ്യൻ ഗൗളിൽ ജനിച്ചു. പിന്നീട് റോമിലേക്ക് പോയി കരീനസ് ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേർന്നു. പിന്നീട് ഡയോക്ലീഷ്യൻ്റെ കീഴിൽ ക്യാപ്റ്റനായി. നിരവധി സൈനികരെ മതപരിവർത്തനം ചെയ്ത ഒരു ക്രിസ്ത്യാനിയായി സെബാസ്റ്റ്യനെ കണ്ടെത്തിയപ്പോൾ അമ്പുകൾ ഉപയോഗിച്ച് കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. വില്ലാളികൾ അദ്ദേഹം മരിച്ചതായി കരുതി ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഒരു ക്രിസ്ത്യൻ വിധവ അദ്ദേഹത്തെ കണ്ടെടുത്ത് ആരോഗ്യവാനായി തിരികെ കൊണ്ടുവന്നു. തുടർന്ന് അദ്ദേഹം ഡയോക്ലീഷ്യൻ രാജാവിന് മുമ്പായി ഹാജരായി. രാജാവ് അദ്ദേഹത്തെ മർദ്ദിച്ചു കൊല്ലാൻ വിധിച്ചു. ഒരു അഴുക്കുചാലിലേക്ക് എറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറ്റൊരു ഭക്തിയായ സ്ത്രീ കണ്ടെത്തി. സെബാസ്റ്റ്യൻ്റെ അവശിഷ്ടങ്ങൾ കാറ്റക്കോമ്പുകൾക്ക് സമീപം അടക്കം ചെയ്യാൻ പറഞ്ഞതായി ആ സ്ത്രീ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിൻ്റെ
അവശിഷ്ടങ്ങൾ ആപ്യൻ വഴിയിലെ സാൻ സെബാസ്റ്റ്യനോയിലെ ബസിലിക്കയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.